ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ സി പി യുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. SAP ബറ്റാലിയനാണ് ആദ്യം വന്നത്. ആ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റാങ്കും പിന്നെ ഞാൻ പഠിച്ച രീതി എങ്ങനെയാണ് എന്നൊക്കെ പറയാനാണ് ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ചെയ്യുന്നത്. CPO, WCP എന്നീ പരീക്ഷകളൊക്കെ വളരെ കാര്യമായിട്ട് നോക്കുന്ന നിങ്ങൾക്ക് ആ വീഡിയോ ഉപകാരപ്പെടും എന്നൊരു വിശ്വാസവും എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഇത് വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷവും കൂടെയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചതിൽ. റാങ്കും എല്ലാം ഞാൻ പറയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതും പോവാം. ഓക്കെ, ഈ ഒരു 3 സാധനം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൻ്റെ പ്രാധാന്യം +2 ലെവൽ പരീക്ഷകൾക്ക് വളരെ വലുതാണ്. 2021 മുതൽ 24 വരെയുള്ള വർഷക്കാലത്ത് ഒരുപാട് പരീക്ഷകൾ PSC നടത്തിയിട്ടുണ്ട്. യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം രീതിയിൽ അല്ലേ. അതിൽ +2 പ്രിലിംസ് പെടുന്നു, 10th പ്രിലിംസ് പെടുന്നു, 10th മെയിൻസ് പെടുന്നു, പിന്നെ +2 മെയിൻസ് പെടുന്നു. അതിന് പല പല ഘട്ടങ്ങളായിട്ട് പല പല പോസ്റ്റുകളിലായിട്ട് നടക്കുന്നു. ഒരുപാട് ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ചോദ്യ പേപ്പറിലേക്ക് പോവുക. ചോദ്യ പേപ്പറിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ നിങ്ങൾ പരീക്ഷ ആ ചോദ്യ പേപ്പർ ചെയ്തു വെച്ച് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ ആദ്യം ചോദ്യ പേപ്പർ വായിച്ചു നോക്കി, പിന്നെ ചോദ്യം ഉത്തരം നോക്കി, ഉത്തരം തെറ്റിയതാണെങ്കിൽ ആ ചോദ്യം ഉത്തരം എഴുതി വെച്ച് അതാദ്യം മനഃപ്പാടമാക്കിക്കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്ത ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് പഠിച്ചു തീർക്കാനും കൂടെ ഞാൻ പിന്നെ നോക്കിയിരുന്നു. പിന്നെ രണ്ടാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം, പഠിക്കുന്ന ടോപ്പിക്കുകൾ ഒരു ചെറിയൊരു ബുക്കിൽ നോട്ട് പാഡിലൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. ഈ ടോപ്പിക്ക് ഇന്ന ഡേറ്റിൽ ഇത്ര ടോപ്പിക്കുകൾ തീർത്തു. അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ ആ ഒരു സ്ട്രാറ്റജിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട്, എനിക്കൊന്ന് 10,000-ൽ പരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഈ 2021-24 ചോദ്യ പേപ്പറിലൂടെ പോകുമ്പോൾ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ടോപ്പിക്സ്, ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ടോപ്പിക്ക് തന്നെ നിങ്ങൾ പല പ്രാവശ്യം കാണും. അപ്പോൾ ആ ടോപ്പിക്ക് തന്നെ നിങ്ങൾ അറിയാതെ ഇതിലൂടെ പഠിച്ചങ്ങ് പോവുകയാണ്. വളരെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. GK യുടെ കാര്യത്തിൽ ഞാൻ ചെയ്തത് അങ്ങനെയാണ്. പിന്നെ ടോപ്പിക്കുകൾ എടുത്തു വെച്ച് വായിക്കും, പഠിക്കും, പിന്നെ അത് മാക്സിമം ഡിസ്കസ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ. ഭയങ്കരമായിട്ട് അങ്ങനെയാണ് ഈ ഒരു പഠന രീതി ഞാൻ കൊണ്ടുപോയത്. പിന്നെ ബേറാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി 8 പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്, 20 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പലതിൻ്റെയും ബേറാക്റ്റ് ബുക്കായിട്ട് വാങ്ങിക്കുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ PDF ആയിട്ടുണ്ടായിരുന്നു. PDF ആയിട്ട് നിങ്ങൾക്ക് നെറ്റിൽ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ PDF ഒക്കെ തന്നെയാണ് ഞാനും യൂസ് ചെയ്തത്. പിന്നെ IPC, CRPC, എവിഡൻസ് ആക്ട്, കേരള പോലീസ് ആക്ട്, ഈ 4 പുസ്തകങ്ങൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കണ്ടെത്തുന്ന പോയിന്റ് ചെറിയ ചെറിയ നോട്ടുകളാക്കി അത് ഒരു മൈക്രോ നോട്ട് പോലെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന മേഖല കവർ ചെയ്തത്. ലക്കിലി സ്പെഷ്യൽ ടോപ്പിക് മേഖല എന്ന് പറയുന്നത് എനിക്ക് വളരെ അനായാസം എനിക്ക് അതിനകത്ത് ക്രാക്ക് ചെയ്യാൻ പറ്റി. പലപ്പോഴും 1-2 ചോദ്യങ്ങൾ ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് പോലും വന്നെങ്കിൽ പോലും അതിനെ പിന്നെ ഹുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അതിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെയധികം സന്തോഷകരമായിട്ട് ഞാനിപ്പോൾ കണക്കാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ. അന്നെടുത്ത എഫേർട്ടാണ്. അന്ന് ഞാൻ വിചാരിച്ചു വെറുതെ വാരി വലിച്ച് പഠിക്കുകയാണെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളുടെ താരത്തും വാരി വലിച്ച് പഠിക്കാനായിട്ട് പറയുന്നതല്ല, പക്ഷേ നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ബേറാക്ട്, പിന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് തന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, IRB യുടെ ഉൾപ്പെടെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട്. പിന്നെ IT ആക്ട് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മിക്ക പരീക്ഷകളിലും IT ആക്ട് ഒക്കെ കാണാം. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ സെക്ഷൻസ് ഒക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ കേസൊക്കെ വരാമെന്നുള്ളത് നോക്കി. അങ്ങനെയാണ്. പിന്നെ ഈ ബേറാക്ട് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പല കേസുകൾ അഡ്രസ്സ് ചെയ്ത് വെച്ചിരുന്നു. ആ കേസുകളൊക്കെ വായിച്ചപ്പോൾ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ഈ ജോലിയോട് തന്നെ തോന്നി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെയാണ് പഠനം വളരെയധികം രസകരമാക്കി, ഒരു ത്രില്ലർ സിനിമ കാണുന്ന പോലെയായിരുന്നു എൻ്റെ പഠനകാലം എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഞാൻ നോക്കിയത് പ്യുവർലി PQ ബേസ്ഡ് ആണ്. അതിൽ നമുക്ക് മാത്സ് നമുക്കൊരു 1 മണിക്കൂറെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അതിനുവേണ്ടി ചിലവഴിക്കണം. ഞാൻ മാത്സ് അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നു. അപ്പം മാത്സിന് വേണ്ടി 1 മണിക്കൂർ ചിലവഴിക്കും. പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, മാത്സിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ എനിക്ക് മാത്സ് കുറച്ചൊന്ന് ബെറ്റർ ആക്കാൻ സാധിച്ചു. പക്ഷേ ഞാൻ മാത്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തില്ല, കാരണം എനിക്ക് മാത്സ് എൻ്റെ മേഖലയല്ല. പക്ഷേ ഇംഗ്ലീഷും മലയാളവും ഇവിടെ എടുത്തു പറയണം. ഇത്രയും ചോദ്യങ്ങൾ ഇംഗ്ലീഷും മലയാളവും ഞാൻ കണ്ടേ. അപ്പോൾ അവിടെ നിന്നെല്ലാം എനിക്ക് ഒരുപാട് ടോപ്പിക്കുകളെ പരിചയപ്പെടാൻ പറ്റി. വൊക്കാബുലറി നല്ല രീതിയിൽ എനിക്ക് എൻ്റെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ സാധിച്ചു. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലായിക്കോട്ടെ, ത്രൂ ഓൺലൈൻ മീഡിയയിലായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഗൂഗിൾ എന്ന് പറയുന്നത്, നമ്മളെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഉപയോഗിച്ചു. പുതിയ പുതിയ വാക്കുകൾ കണ്ടുപിടിച്ചു. പലപ്പോഴും ചില മലയാളം പാട്ടുകൾ കേൾക്കുമ്പോഴേ
നമ്മൾ കർണികാരം എന്ന് പറയുന്ന ഒരു വാക്ക്, കണിക്കൊന്നയാണ് താനെന്ന് പറയുമ്പോൾ കർണികാരം എന്ന് പറയും. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടിയ ചെറിയ ചെറിയ പേപ്പറിലൊക്കെ എഴുതി വെച്ചാണ് പഠിച്ചത്. പിന്നെ എപ്പോഴും പഠിക്കുന്ന ടോപ്പിക്ക് ഞാൻ ക്രിസ്പായിട്ട് ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് സൂക്ഷിക്കുന്നത് ഞാൻ എൻ്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും. വെറുതെ ഇരിക്കുമ്പോൾ എടുത്ത് വെച്ച് വായിക്കും. ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടായിരിക്കും, എനിക്ക് മാത്രമേ മനസ്സിലാവും. ഫ്ലോ ചാർട്ട് പോലെ ഇരിക്കും, ഇങ്ങനെ പോകും. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ ആ മൊത്തം സംഭവം ഒരു ഫ്ലോ ചാർട്ട് പോലെ ഞാൻ സെറ്റ് ചെയ്യുമായിരുന്നു, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്, മിനിമലായിട്ട്. എന്നിട്ട് പഠിത്തം ഒരു അഡിക്ഷൻ ആക്കി മാറ്റി എന്നുള്ളതാണ്. എനിക്ക് മറ്റെല്ലാ പരിപാടിയും മാറ്റി വെച്ചു. ഞാൻ വെറുതെ എല്ലാ പരിപാടിക്കും പോയ ആളല്ല. എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, എൻ്റെ ബന്ധുക്കൾക്കറിയാം, എന്നെ അങ്ങനെ അവർ കാണില്ലായിരുന്നു. ഇതിനു വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. ഫുള്ള് അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ഈ ഒരു മാർക്കിലേക്ക് എത്താൻ സാധിച്ചു, അല്ലെങ്കിൽ ഈ റാങ്കിലേക്ക് എത്താൻ സാധിച്ചെന്ന് എനിക്ക് പറയേണ്ടി വരും. പിന്നെ എനിക്ക് ഏറ്റവും മെയിനായിട്ട് 2 വ്യക്തികളോട് എനിക്കൊരു കടപ്പാടുണ്ട്. അത് ഞാൻ അവസാനം പറയാം. മെയിനായിട്ട് അവരോട് പറഞ്ഞേ പറ്റൂ. അതാണ് ശരി. ഓക്കെ, ഇനി എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ പറ്റി പറയുമ്പോൾ മിനിമം 4 മണിക്കൂർ പഠനമെങ്കിലും ഞാൻ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട്. ഞാൻ 7ാം ക്ലാസ് മുതലേ രാവിലെ 4:30-5 മണിക്ക് ശേഷം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ 5 മണിക്ക് രാവിലെ എണീക്കും. അങ്ങനെ ആ എഴുന്നേറ്റിട്ടാണ് ഞാൻ രാവിലത്തെ പ്രിപ്പറേഷൻ. രാവിലെ എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം. ഓരോരുത്തർക്കും ഓരോ കംഫർട്ടാണ്, നിങ്ങളാണ് പഠിക്കേണ്ടത്. സ്പെഷ്യൽ ടോപ്പിക്ക് എനിക്ക് രാവിലെ തന്നെ പഠിക്കണം. അപ്പം എൻ്റെ മൈൻഡിൽ മുഴുവൻ ഈ സ്പെഷ്യൽ ടോപ്പിക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടേയിരിക്കുമായിരുന്നു സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എൻ്റെ സ്വന്തം വോയിസിൽ ഞാൻ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു. എൻ്റെ ഈ വോയിസ് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അറിയില്ല, പക്ഷേ പഠിക്കാനായിട്ട് പരീക്ഷ എഴുതിയപ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ വോയിസിൽ തന്നെ നമ്മുടെ ചെവിയിൽ വന്നിരുന്ന് ഉത്തരം പറയുന്ന പോലെ തോന്നും. ഇപ്പോൾ ചില ടോപ്പിക്കുകളൊക്കെ ഞാൻ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഇത് പറയുന്നിട്ട് എല്ലാവരും നാളെ അനുകരിക്കരുത്. ഒരു ഇയർപോഡ് ചെവിയിൽ വെച്ചിട്ട് എൻ്റെ വോയിസിലുള്ള ക്ലാസ് കേട്ടുകൊണ്ട് ഞാൻ പോകുമായിരുന്നു. ടോപ്പിക്കുകൾ സ്വന്തമായിട്ട് വായിച്ചിട്ട് ചെയ്യുമായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് അതുപോലെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വാസ്റ്റ് ഈ പറയുന്ന റെക്കോർഡിങ്സ് എനിക്കുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. ഇപ്പം ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വോയിസിൽ തന്നെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി ഇപ്പം ചിന്തിക്കുമ്പം. പക്ഷെ അന്ന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി. ഇപ്പം ചിന്തിക്കുമ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് നമ്മുടെ പഠനകാലം എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെയിലി ഒരു എക്സാമെങ്കിലും ഞാൻ മിനിമം ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ തൊഴിൽ വാർത്തയിൽ, തൊഴിൽ വീതിയിലൊക്കെ വരുന്ന ചോദ്യങ്ങൾ ചെയ്യുമായിരുന്നു. മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ മാക്സിമം ചോദ്യങ്ങൾ നോക്കുമായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ സംശയമുള്ള മേഖലകളൊക്കെ നോക്കി വെച്ച് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. വൊക്കാബുലറി മെയിനായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ നമുക്ക് നല്ല വൊക്കാബുലറി കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയകളിലും ചിലപ്പം നല്ല വൊക്കാബുലറി കിട്ടും. പിന്നെ ചില വൊക്കാബുലറി നമ്മൾ കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എടുത്ത് നോക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് എടുത്തിട്ട് അത് പിന്നെ ഗൂഗിളിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പിക്ചർ കിട്ടും. ആ പിക്ചർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൊക്കാബുലറി മേഖല ഏറെക്കുറെ കവർ ചെയ്യാനും എൻറിച്ച് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതാണ് ഈ സാധനം പോമഡോറോ എന്ന് പറയും. ഒട്ടും സമയമില്ലാത്ത ആൾക്കാർക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വളരെ ചുരുങ്ങിയ സമയമുള്ള 2 മണിക്കൂറൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോമഡോറോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടി ഈ സാധനം കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ 25 മിനിറ്റ് 30 മിനിറ്റ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ ഒരു സാധനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ സാധിക്കും, മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ പോകാതെ. ഇതൊരു 21 days ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണേ. പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനം. ഞാൻ എൻ്റെ അനുഭവസ്ഥനാണ് ഈ പറയുന്നത്. പോമഡോറോയുടെ ഒക്കെ ഒരു അനുഭവസ്ഥനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം സെറ്റ് ചെയ്യും, ഇരുന്ന് പഠിക്കും, ഇതൊരു ബ്രേക്ക് പറയും, ആ സമയം ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുക്കും, വെള്ളം കുടിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കും, വീണ്ടും വരും, പഠിത്തം റെസ്യൂം ചെയ്യും, പിന്നെയും ഇതുപോലെ എടുക്കും. അങ്ങനെ ഒരു മിനിറ്റ് 2 മിനിറ്റ് പിന്നെ 15 മിനിറ്റിൻ്റെ ബ്രേക്ക് എൻ്റെ സെഷനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച മറ്റൊരു രീതി പറയേണ്ടത്, ഈ ചില സെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ സെക്ഷൻസ് ഒക്കെ ഞാൻ ചില സിനിമകളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കും. ചില സിനിമകളുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ സെക്ഷൻസ് പഠിക്കാറുണ്ട്. പിന്നെ നോക്കുമ്പം ഞാൻ വിചാരിക്കും അത് ഈ സിനിമയല്ലേ. ഇപ്പം ഉദാഹരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എന്നാലും ഇപ്പം ചില സിനിമകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവിടെ ഇന്ന ആൾക്ക് കൊല്ലാനൊരു ഇതില്ലായിരുന്നല്ലോ, അപ്പോൾ അത് കൾപ്പബിൾ ഹോമിസൈഡാണോ മർഡറാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അതൊരു നമ്മൾ അഡിക്ഷനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതല്ല, ഈ ജോലി ആഗ്രഹിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ചിലപ്പോൾ ചില
പിന്നെ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ പണ്ട് കൊറോണ സമയത്ത് ഒരു സാധനം ഉണ്ടായിരുന്നു. എന്താ നിന്റെ പേര്? എൻ്റെ പേര് ശ്രീരാമൻ, അച്ഛൻ്റെ പേര് ദശരഥൻ, അങ്ങനെ പറയാൻ പാടില്ല പോലീസിൻ്റെ അടുത്ത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് പഠനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ പഴയ വീഡിയോകൾ കാണുന്നു, പിന്നെ ഈ പറഞ്ഞ മാലമോഷണം, പല സിനിമകളിൽ മോഷണം പോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഇന്ന സെക്ഷൻസിൽ പെടുത്താം. അങ്ങനെയാണ് റിലേറ്റിംഗ് സെക്ഷൻസ് വിത്ത് ഫിലിംസ് എന്ന് പറയുന്നൊരു മേഖല ഞാൻ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അത് വളരെയധികം ഭയങ്കരമായിട്ട് എൻ്റെ ഒരു പഠനത്തിനെ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനോട് ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡീപ്പ് ഡൗണിൽ ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഈ ഒരു പരീക്ഷ എന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മെയിൻലി നമ്മളെ GK പോർഷൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ ടോപ്പിക്കിനെ അഡ്രസ്സ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും. ആ റിവിഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാനും നല്ല റാങ്കിലേക്ക് എത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം എനിക്ക് കഴിഞ്ഞു, എന്തായാലും നിങ്ങൾക്കും കഴിയും. നിങ്ങളെ പോലുള്ള ഒരാളാണ് ഞാൻ. 24 മണിക്കൂർ നിങ്ങളെ പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ മറ്റ് ഒരു പ്രൈവറ്റ് ജോലിക്ക് പോയിട്ടാണ് പഠിച്ചത്. കാരണം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു ജോലിക്ക് ഇറങ്ങേണ്ടി ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജോലിക്ക് പോയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ അമ്മയ്ക്കറിയാം എല്ലാ കാര്യങ്ങളും, ഞാൻ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ ഈ നിമിഷം എൻ്റെ അമ്മയെ ഓർക്കുകയാണ്. കാരണം എൻ്റെ എല്ലാ സ്ട്രഗിളും കണ്ടത് അമ്മയാണ്. ഞാൻ പഠിക്കുന്നതായിക്കോട്ടെ, ഫിസിക്കലിന് പോകുന്നതായിക്കോട്ടെ. മറ്റൊരു കാര്യം, ഫിസിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഡയറ്റൊക്കെ എടുത്ത് നല്ലൊരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോയി ഫിസിക്കൽ നിങ്ങൾ പഠിക്കുക. അത് മറ്റൊരു കാര്യം. പിന്നെ മെയിൻലി നമുക്ക് ഒരു ആത്മവിശ്വാസം വേണം. അതായത് ഞാൻ ഈ CPOക്ക് പഠിക്കുമ്പോൾ പോലും പലവിധമായ പ്രശ്നങ്ങൾ ഈ ലിസ്റ്റിനുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വേണം, കിട്ടിയേ തീരൂ. കാരണം എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിസ്ക് ചെയ്ത് വെച്ചിട്ട്, എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമുള്ള സമയം, അല്ലെങ്കിൽ ഞാൻ പിന്നെ ചില ആൾക്കാർക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ട സമയം, ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇരുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇന്ന് ഈ നിമിഷം നിൽക്കുമ്പോൾ അവരെല്ലാവരും ഇതിൽ ഹാപ്പിയാണ് എന്ന് ഇത് കാണുമ്പോഴെങ്കിലും അവർ ഹാപ്പിയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ അമൽ സാറിനെ പറ്റി പറയണം. അമൽ സാറിൻ്റെ ക്ലാസ്സിലാണ് ആദ്യത്തെ ഒരു PSC ക്ലാസ്സിൽ ഞാൻ ഇരുന്നത്. ഒരു കോച്ചിങ് സെൻറ്റർ, ഇപ്പോൾ 2019 അത് ആദ്യമായിട്ടൊരു കോച്ചിങ് സെൻറ്റർ. അന്ന് PSC കാര്യമായിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല. ഇദ്ദേഹത്തിനെ കാണുന്നു. പക്ഷേ ഇന്ന് വിധി എന്നെ കൊണ്ടെത്തിച്ചത് ഇതേ അമൽ സാറിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാനാണ്. അദ്ദേഹത്തിനോട് ഒരു പോഡ്കാസ്റ്റിൽ വന്നപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവ് പോഡ്കാസ്റ്റായിട്ട് നമ്മൾ CPO ആയിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു അധ്യാപകൻ്റെ കൂടെ ഇരിക്കാനൊക്കെ സാധിച്ചതിൽ. പിന്നെ എൻ്റെ ഒരു ഡെഡിക്കേഷൻ, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പോലീസിലുണ്ട്. ഒരു പാസിംഗ് ഔട്ട് പരേഡൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കും ആഗ്രഹമാണ് അവിടേക്ക് എത്തിപ്പെടാനും. അങ്ങനെയൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ അത് ഇത്രത്തോളം ഒക്കെ എത്താൻ അതിന് സാധിച്ചു. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പോമഡോറോ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് ചെയ്യും. നിങ്ങൾ എന്തൊക്കെയായാലും ഇനിയുള്ളൊരു ദിവസം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഞാൻ ഡിസംബർ മാസം 31, 2024 ന്യൂ ഇയർ റെസൊല്യൂഷനൊന്നുമല്ല, അന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. അന്ന് മുതൽ ഒറ്റ ഇരിപ്പ്. എനിക്ക് വേണ്ടി പുസ്തകങ്ങൾ കൊണ്ടുവരാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരോടൊക്കെ ഈ നിമിഷം ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ ഒരു ജേണിയിൽ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ പറയേണ്ടി വരും. അങ്ങനെ അവിടെ നിന്നൊക്കെയാണ് ഞാൻ പിന്നെ ഏകദേശം ജൂൺ 8 ആയിരുന്നു പരീക്ഷ. ഈ ജൂൺ 8 നടന്നൊരു ചെറിയ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജൂൺ 8 ഞാൻ എൻ്റെ സ്കൂളിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് എടുത്തു പറയത്തക്ക പിന്നെ പ്രത്യേകിച്ച് വേറെ ലിസ്റ്റുകളില്ല, ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അതൊക്കെ ഭയങ്കര പുറകോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിൽ കരഞ്ഞുകൊണ്ടാണ് ഈ പരീക്ഷയിൽ കയറി. പക്ഷേ ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഈ പരീക്ഷ കഴിഞ്ഞിറങ്ങി വന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ അത്രയും നാളത്തെ ആത്മാർത്ഥമായിട്ടുള്ള ഈ ഒരു ജോലിക്ക് വേണ്ടിയുള്ളൊരു ദാഹം, ഇതിൻ്റെ അടുത്തുള്ള പാഷൻ, കാക്കിയിടണം എന്നുള്ളൊരു മോഹം, ഇതെല്ലാം എന്നെ കൊണ്ട് എത്തിച്ചത് ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള ആ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചത്. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സൂമും കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ CPO പരീക്ഷയ്ക്ക് എനിക്ക് 42ാമത്തെ റാങ്കാണ്. SAP ബറ്റാലിയനിൽ 42ാമത്തെ റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് പിന്നെ എൻ്റെ ഈ ഒരു ഹാർഡ് വർക്ക് ഒരുപാട് ആൾക്കാരെ എനിക്ക് സ്മരിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി ഇന്നെൻ്റെ കൂടെ ഇല്ല. അതെൻ്റെ പപ്പയാണ്.
അപ്പോൾ ഞാൻ എൻ്റെ ഈ വിജയം പൂർണ്ണമായിട്ടും എൻ്റെ പപ്പയ്ക്ക് സമർപ്പിക്കുന്നു. അതിന് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ അമ്മ, നന്ദി പറയാനില്ല വാക്കുകൾ ഒക്കെ വേറെ സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മെയിൻലി ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് ക്ഷണിക്കുന്നത്. നിങ്ങളേവരും ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും. ഞാൻ പഠിച്ച അതേ രീതിയിലുള്ള ക്ലാസ്സുകളാണ്, ആ രീതിയിൽ തന്നെയാണ് ഞാനിത് കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കോഡ് യൂണിഫോമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കോഡ് യൂണിഫോമിൻ്റെ ഇപ്പോൾ 2.0 2 ബാച്ചായിട്ട് മാറിയിരിക്കുക. അടുത്ത പുതിയൊരു ബാച്ച് കൂടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഈ വിജയത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയൊരു വിജയം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഈ വിജയത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു നിമിഷം ഈ ഒരു 42ാമത്തെ റാങ്ക് ടോബി ജോസഫിനെ പോലെ ഒരു ബിലോ ആവറേജ് മാത്രം സ്കൂളിൽ പഠിച്ചിരുന്ന ഒരാളായിരുന്നു. ഇതിവിടം വരെ എത്തുമെന്ന് വിചാരിച്ചില്ല. ഫിസിക്കൽ പോലും ഞാനൊരു ഓട്ട മത്സരത്തിന് പോലും സ്കൂളിലൊന്നും ചേർന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു 42ാം റാങ്ക് നേടി നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, എൻ്റെ പപ്പ എന്നെ വെച്ച് കണ്ടിട്ട് നടക്കാതെ പോയ സ്വപ്നം. 2022 ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ് എനിക്ക് എൻ്റെ പപ്പയെ നഷ്ടപ്പെടുന്നത്. അന്ന് മുതൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അമ്മയ്ക്കറിയാം ഈ മകൻ എത്രമാത്രം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ആനന്ദത്തിൻ്റെ മൊമെൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഓടിച്ചെന്ന് ഈ ഒരു വിജയം നേടി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ആളിന്ന് എൻ്റെ കൂടെ ഇല്ല. അതെൻ്റെ പപ്പയാണ്. അപ്പോൾ ഈ വിജയം, ഈ ഒരു റാങ്ക് എന്ന് പറയുന്നത് എൻ്റെ എല്ലാ സ്ട്രഗിളിലും എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് ഇപ്പോഴും ഒരു വലിയ ശക്തിയായിട്ട് നിൽക്കുന്ന ആൾക്ക്, പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ ഒരു വിജയം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരാളെയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് നിർത്താം. എൻ്റെ പപ്പ സി റോജർ ജോസഫിനും, അദ്ദേഹത്തിൻ്റെ എവിടെ ഇരുന്നെങ്കിലും കാണുന്നുണ്ടാവും, അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു സംഭവം ഡെഡിക്കേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ.